ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എൻ്റെ പേര് അഞ്ജു. ഞങ്ങളങ്ങനെ UK-യിൽ നിന്ന് കുടുംബമായിട്ട് കേരളത്തിലോട്ട് മൂവ് ചെയ്തിട്ട് 2 മാസമാകാൻ പോകുന്നു. അതിനുള്ളിൽ ഇത് ഞങ്ങളുടെ 3ാമത്തെ വീടാണ്. ഇന്ന് ഞങ്ങൾ ഈ വീട്ടിലോട്ട് മാറി സാധനങ്ങളൊക്കെ മാറ്റി വൈകിട്ട് ഒരു 5 മണിയായി ഇവിടെ എത്തിയപ്പോൾ. അതുകൊണ്ട് തന്നെ ഒന്നും സെറ്റ് ചെയ്യാനോ ഒന്നുമുള്ള സമയം ഉണ്ടായിരുന്നുമില്ല. അതിനായിട്ട് മെനക്കെട്ടുമില്ല. ഇനിയിപ്പോൾ അടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ട് സെറ്റിലാവാം എന്ന് കരുതുന്നു. വന്നു, കുളിച്ചു, ഭക്ഷണം ഓർഡർ ചെയ്ത് കഴിച്ചു, പിള്ളേരെ കിടത്തി ഉറക്കി. അത്രയും ഭാഗമായതേ ഉള്ളൂ. അപ്പം നിങ്ങളോട് എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന കൂട്ടത്തിൽ ഞങ്ങൾക്ക് വാടകയ്ക്കെടുത്ത വീടിന് ആക്ച്വലി എന്ത് പറ്റി, എന്തുകൊണ്ടാണ് ഞങ്ങൾ വാടകയ്ക്കെടുത്ത വീട്ടിൽ നിന്ന് വേഗം തന്നെ ഇറങ്ങേണ്ടി വന്നത് അല്ലെങ്കിൽ ഇറങ്ങിയത് എന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ചിലപ്പോൾ ഞങ്ങൾക്ക് പറ്റിയ അബദ്ധങ്ങൾ നിങ്ങൾക്കൊന്നും പറ്റത്തില്ലായിരിക്കും. എങ്കിലും ഞങ്ങളെപ്പോലെ ചിന്തിക്കുന്ന ആൾക്കാർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ ഇത് പ്രയോജനപ്പെട്ടേക്കും. ഞങ്ങൾക്ക് കൊച്ചി തൃപ്പൂണിത്തറ സൈഡിലൊരു വീട് വേണമെന്നായിരുന്നു ഇനീഷ്യലി ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ കൊച്ചിയിൽ നമുക്ക് അത്രയ്ക്ക് പരിചയമുള്ള ആൾക്കാരുണ്ടായിരുന്നില്ല, ഏജൻസിനെ അറിയത്തില്ലായിരുന്നു. പിന്നെ കോട്ടയത്ത് നിന്ന് കൊച്ചിയിൽ വന്ന് വീട് നോക്കാൻ അത്ര പ്രാക്ടിക്കലി അത് നടക്കത്തില്ലായിരുന്നു. സോ അതൊക്കെ കൊണ്ട് അവസാനം ഞങ്ങൾ കോട്ടയത്ത് വീടുകൾ നോക്കാൻ തുടങ്ങി. ഞങ്ങളൊരു 10-15 വീടെങ്കിലും കണ്ടു. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് കണ്ട വീടാണ് ഞങ്ങൾ ഫൈനലൈസ് ചെയ്ത്. 2 വീടാണ് ഞങ്ങൾക്ക് അത്രയും വീടുകൾ കണ്ടതിൽ ഇഷ്ടപ്പെട്ടത്. അതിലൊരു വീട് നമുക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു, വലിയ വീടായിരുന്നു. ഞങ്ങൾക്ക് വലിയ വീട് ആവശ്യമാണ്. കാരണം നമ്മുടെ പിള്ളേർ ഹോം സ്കൂൾഡ് ആയതുകൊണ്ട് അവർക്ക് ഓടി നടക്കാനും അവർക്ക് ഇരുന്ന് പഠിക്കാനും ഞങ്ങൾ ഹൗസ് ബൗണ്ടാണ് കൂടുതലും. അപ്പം വീട്ടിലെ സ്പേസ് അത് ഞങ്ങൾക്ക് വളരെ ആവശ്യമാണ്. അപ്പം ആദ്യത്തെ വീട് നമുക്കെല്ലാമൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിലും റെൻ്റ് ഇച്ചിരി ഭയങ്കര കൂടുതലായിട്ട് ഞങ്ങൾക്ക് തോന്നി. 45,000 ആണ് അതിനവർ റെൻ്റ് ചോദിച്ചത്. അത് കോട്ടയം ലുലു മാളിൻ്റെ അടുത്തുള്ള ഒരു വീടായിരുന്നു. അപ്പം അതത്ര അതിന് മാത്രം അതുണ്ട് എന്ന് ഞങ്ങൾക്ക് തോന്നിയില്ല. ഏരിയ ആയാലും വീടായാലും അത്രയും പൈസ റെൻറ്റിന് അടയ്ക്കാൻ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നി. അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും നോക്കിക്കൊണ്ടിരുന്നു. പിന്നെ കണ്ട ഒരു വീടാണ് ഞങ്ങൾ എടുത്തത്. അപ്പോൾ ആ വീട് കണ്ടപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ദ വ്യൂ, ഈ വ്യൂ നിങ്ങൾ കണ്ടോ? ഇതിലാണ് സത്യത്തിൽ ഞങ്ങൾ വീണു പോയത് കേട്ടോ. എൻ്റെ ഹസ്ബൻഡിന് ഒരു വീടിൻ്റെ റൂഫാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലം. അവിടെ നിന്നുള്ള ആ വ്യൂവും, പുള്ളിക്ക് വെയിൽ കൊള്ളാൻ ഇഷ്ടമുള്ള ആളാണ്. അപ്പം അവിടെ നിന്ന് നോക്കുമ്പോൾ ഭയങ്കര ഭംഗിയാണ് ഈ സ്ഥലം കാണാൻ. അപ്പോൾ ഇതിലാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾ വീണുപോയത്. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ പ്രാക്ടിക്കൽ കാര്യങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ വിട്ടുപോയി എന്നതാണ് ഒരു വാസ്തവം. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ആ വ്യൂവിൽ വീണുപോയി എന്ന് തന്നെ പറയാം. പക്ഷെ നമുക്ക് 4 ബെഡ്റൂം വേണമായിരുന്നു. ഈ വീട്ടിൽ 4 ബെഡ്റൂം ഉണ്ട്. പക്ഷേ ബെഡ്റൂംസൊക്കെ ആ വീട് മൊത്തത്തിൽ കണ്ടിട്ട് വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടി പണിതിട്ടിരിക്കുന്ന ഒരു വീട് പോലെയുള്ള ഒരു സെറ്റപ്പായിരുന്നു. അപ്പം കാര്യം 4 ബെഡ്റൂം ഉണ്ടെങ്കിലും അതിൽ ഒരു ബെഡ്റൂമിൽ അവരുടെ ഒരു വലിയ അലമാരി ഇരിക്കുക. സോ ആ ഒരു ഹാഫ് എ റൂം നമുക്കുണ്ട് എന്നേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം അത് അവരുടെ സ്പേസ് ആയിപ്പോയി. സോ നമ്മൾക്ക് ഓഫീസ് സ്പേസ് വേണം. അപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവർ ഏജൻസ്, ദാറ്റ് ഈസ് വൺ തിങ് ഞങ്ങൾ പഠിച്ച ഒരു ലെസണാണ് കേട്ടോ ഈ എക്സ്പീരിയൻസിൽ. ഏജൻസ് നമ്മളെ അങ്ങ് ബ്രെയിൻ വാഷ് ചെയ്ത് കളയും. അവർ പറയുന്ന കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചോണം. നമ്മൾ വൺസ് വി ആർ ഔട്ട് ഓഫ് ദ പ്രസൻസ്, വീട്ടിൽ പോയിരുന്ന് നമ്മളത് ഡിസ്കസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നമ്മൾ ബുദ്ധിപൂർവം ചിന്തിക്കണം. കാരണം അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും അത്രയ്ക്ക് 100% അങ്ങ് അക്സെപ്റ്റ് ചെയ്യരുത്. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവർ ഞങ്ങളെ അങ്ങ് ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്തു. ഇവിടെ ഒരു ക്യാബിൻ ഉണ്ടാക്കിയപ്പോൾ അവിടെ ഒരു പലക വെച്ച്, ഇവിടെ ഒരു പലക വെച്ച്, ഫൈബറിൻ്റെ ഒരു ഇത് ചെയ്ത് അപ്പോഴത്തേക്ക് ക്യാബിൻ റെഡി ആയില്ലേ
എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കും തോന്നി, ഓ ഇത്രയ്ക്കേ ഉള്ളൂ ഒരു ക്യാബിൻ ഉണ്ടാക്കാൻ, എന്നാൽ പിന്നെ ഒരു ക്യാബിൻ ഉണ്ടാക്കി കളയാം, അങ്ങനെ അങ്ങ് തോന്നി. അത് കഴിഞ്ഞ് ആ വീട്ടിൽ ഇൻവെർട്ടർ ഉണ്ടായിരുന്നില്ല, ഞങ്ങളുടെ ആവശ്യത്തിന് മാത്രം AC ഉണ്ടായിരുന്നില്ല. ഒരു ഇൻവെർട്ടർ അല്ലേ, ഒരു 2 AC അല്ലേ, അത് നമ്മൾ മേടിച്ചാൽ പോരെ എന്നുള്ള ചിന്ത വന്നു. പക്ഷേ അങ്ങനെ വി ഗോട്ട് ക്യാരിഡ് അവേ. അവർ ഏജൻറ്റുമാർ മിടുക്കന്മാരായിരുന്നു. അവരുടെ വാചകടിയിൽ ഞങ്ങളും വീണുപോയി. നമ്മൾ കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. അത് കഴിഞ്ഞാൽ വീട് ക്ലീൻ ചെയ്യാൻ വന്നപ്പോഴാണ് സത്യത്തിൽ നമുക്ക് പറ്റിപ്പോയോ എന്നൊരു ചിന്ത വന്നത്. സോ ദെൻ നമ്മൾ സ്റ്റോക്ക് എടുത്ത് ഈ ഇൻവെർട്ടറിൻ്റെയും AC-യുടെയും ക്യാബിൻ ഉണ്ടാക്കുന്നതിൻ്റെയും ഒക്കെ കൂടെ എന്ത് കോസ്റ്റാകും എന്ന് നോക്കിയപ്പം അത് നമ്മൾക്ക് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു എമൗണ്ട് ആയിരുന്നില്ല. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി അബദ്ധം പറ്റിയെന്ന്. പിന്നെ രണ്ടാമത് ഈ വീട് നമ്മൾ ആദ്യം കാണാൻ ചെന്നപ്പോൾ ആ വീടിനകത്തൊരു നാറ്റം ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഇത് പൂട്ടിയിട്ടിരിക്കുന്ന വീടല്ലേ, അതുകൊണ്ടുള്ള മണമാണ്, ഇത് ജനലൊക്കെ തുറന്ന് നിങ്ങളിവിടെ താമസിക്കാൻ തുടങ്ങുമ്പം ആ മണം അങ്ങ് മാറും എന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ പോരുന്നത് വരെ ആ മണം മാറിയില്ല. മാത്രമല്ല, ഇത് ഞാൻ മുമ്പേ കാണിച്ച വ്യൂ ഇല്ലേ, നല്ല ഭംഗിയുള്ള ആ പാടം, അതിൻ്റെ സൈഡിലായതുകൊണ്ടാണോ എന്നറിയത്തില്ല, ഒരു വല്ലാത്ത നാറ്റം ആ വീട്ടിനകത്തുണ്ടായിരുന്നു. ആ പാടത്തോട്ട് ആ ഏരിയയിലുള്ള ആൾക്കാരൊക്കെ വേസ്റ്റ് ഇടുന്നുണ്ട്. ഫുഡ് വേസ്റ്റാണ് അവരിടുന്നത്, എങ്കിലും വേസ്റ്റ് അല്ലേ, അതെന്ത് മണമാണോ എന്നൊന്നും പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ നാറ്റം ഉണ്ടായിരുന്നു വീടിനകത്ത്. കാര്യം 3 ബാത്റൂം ഉണ്ടായിരുന്നെങ്കിലും അതിലൊരു ബാത്റൂം ഞങ്ങൾക്ക് തുറക്കാൻ പോലും പറ്റത്തില്ല. ഇറ്റ് വാസ് ക്ലീൻ, കണ്ടാൽ ക്ലീനാണ്, പക്ഷെ നാറ്റമായിരുന്നു. സോ ആ നാറ്റം മാറിയില്ല അവസാനം വരെ. വേറൊന്ന്, ദ ക്വാളിറ്റി ഓഫ് ദ ഹൗസ്. പെയിൻറ്റിങ് ഇങ്ങനെ പൊളിഞ്ഞു പോകുന്ന പെയിൻറ്റ്, വാതിലൊന്നും ചൊവ്വ അടയ്ക്കാൻ പറ്റത്തില്ല, ചെതല്, അങ്ങനെ ആ വീടിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഈ പ്രശ്നങ്ങളൊന്നും ഈ ഏജൻറ്റുമാരുടെ കൂടെ പോയി ഞങ്ങൾ ഈ വീട് കണ്ടപ്പോൾ ഞങ്ങൾ ശ്രദ്ധിച്ചില്ല. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കിയാൽ ആ ഏജൻറ്റുമാർ എത്ര മിടുക്കന്മാരാണെന്ന്. അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല, അവരുടെ ജോലി അവർ ചെയ്തു. ഞങ്ങൾ നോക്കേണ്ടത് ഞങ്ങൾ നോക്കിയില്ല. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും വാടകയ്ക്ക് വീടെടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പറ്റിയതുപോലെ നിങ്ങൾക്ക് പറ്റരുത്, അതുകൊണ്ട് പറയുക. കാരണം അതുകൊണ്ട് ഞങ്ങൾക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ടൈം വേസ്റ്റായി. ഞങ്ങൾക്ക് 1 മാസം കൂടെ മുമ്പേ കുറച്ചും കൂടെ സെറ്റിൽഡ് ആകാൻ പറ്റിയേനെ. നമ്പർ 2, പൈസ ഒരുപാട് ചിലവായി. 24,000 രൂപയായിരുന്നു ആ വീടിൻ്റെ വാടക. അപ്പോൾ അവർ അഡ്വാൻസ് മേടിച്ചത് 70,000. ആ 70,000 പ്ലസ് നമ്മൾ 1 മാസത്തെ വാടക ഏജൻറ്റിന് കൊടുത്തു 24,000. അപ്പോൾ നമ്മൾ ആ വീട്ടിലോട്ട് മൂവ് ചെയ്യുന്ന അന്ന് തന്നെ നമ്മൾ 1 മാസം നോട്ടീസ് അവർക്ക് കൊടുത്തു. കാരണം നമുക്കവിടെ നിൽക്കാൻ പറ്റത്തില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായായിരുന്നു. അപ്പം നോട്ടീസ് കൊടുത്തപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ 24,000 ഏജൻറ്റിന് കൊടുത്തെങ്കിൽ ഞങ്ങൾ 12,000 ഏജൻറ്റിന് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ 1 മാസമേ നിൽക്കുന്നുള്ളെങ്കിൽ അത് ഞങ്ങൾക്ക് നഷ്ടമല്ലേ, അപ്പം നിങ്ങൾ ആ നഷ്ടം വഹിക്കണം എന്ന് പറഞ്ഞു. സോ 24 + 12 എത്രയായി? 36 ആയി. ഈ 70,000 പ്ലസ് 36, പിന്നെ എന്താണ്, ടോട്ടലി നമ്മൾക്ക് 1 മാസത്തെ വാടക, ഈ ഏജൻറ്റിന് അവർ കൊടുത്ത പൈസയും ഞങ്ങൾ കൊടുത്ത പൈസയും, അങ്ങനെ ആവശ്യമില്ലാത്ത എക്സ്പെൻസസ് ഉണ്ടായി. ഒക്കെ ഞങ്ങളുടെ അറിവില്ലായ്മ കൊണ്ടും ശ്രദ്ധക്കുറവ് കൊണ്ടും പറ്റിയതാണ്. സോ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ വാടകയ്ക്ക് വീടെടുക്കാൻ പോകുന്നവരാണെങ്കിൽ, പിന്നെ ഈ വീടിനെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. നമ്മൾ ഇന്നിങ്ങോട്ട് മാറിയതേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ബട്ട് വി ആർ ക്വൈറ്റ് ഹാപ്പി, നമുക്ക് സന്തോഷമാണ് മനസ്സിൽ. ഇതിന് ഏജൻറ്റ് വഴി കിട്ടിയ വീടല്ല, OLXൽ നിന്ന് കിട്ടിയ ഒരു വീടാണിത്. ഇതിന് ഏജൻറ്റ് ഫീസ് ഒന്നും കൊടുക്കേണ്ട വന്നില്ല. ആൻഡ് ദ ഡീലിങ്സ് വാസ് സോ ഗുഡ്.
നമ്മൾ അവരുമായിട്ട് സംസാരിച്ചു. ഇപ്പം സത്യം പറഞ്ഞാൽ അവർ നമ്മളുമായിട്ട് ഫ്രണ്ട്സായി, അതുപോലെ അടുത്തു. സോ ഏജൻറ്റ് വഴി പോകണം എന്ന നിർബന്ധമില്ല. ഇനിയിപ്പോൾ ഏജൻറ്റ് വഴിയാണ് പോകുന്നതെങ്കിൽ ഏജൻറ്റ് പറയുന്നത് അതേപോലെ അങ്ങ് ആക്സെപ്റ്റ് ചെയ്യരുത്. ഞങ്ങളെ കൊണ്ടാകാവുന്ന രീതിയിലൊക്കെ ഇവാലുവേറ്റ് ചെയ്തു എന്നാണ് തോന്നുന്നത്. എന്തായാലും പറ്റി. നിങ്ങൾക്കങ്ങനെ പറ്റാതിരിക്കട്ടെ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്.